ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് പിടിയിൽ. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. തുമ്പ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഇപ്പൊ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ മർദ്ദിച്ച കേസിലാണ് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. തുമ്പ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പ്രതി പിടിയിലാകുന്നത്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഇപ്പോൾ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുകയാണ്. ബെയിലിൻ ദാസിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചോ? എന്താണ് തുടർ നടപടികൾ? കാർത്തു, 2 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ബെയിലിൻ ദാസിനെ വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം കോടതിയിൽ പറയാമെന്നുള്ള പ്രതികരണം നടത്തിയാണ് ബെയിലിൻ ദാസ് സ്റ്റേഷനുള്ളിലേക്ക് പോയത്. കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കേണ്ടതായിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കുമോ അതോ അടുത്ത ദിവസത്തേക്ക് അത് മാറ്റിവെക്കുമോ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിൽ ഉൾപ്പെടെയാണ് ബെയിലിൻ ദാസിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യ ഹർജി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. നാളെ ജാമ്യ ഹർജി കോടതിയിൽ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ രാത്രി തന്നെ ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ബെയിലിൻ ദാസ് എവിടെയാണ് എന്നതിൽ ഒരു പ്രതികരണവും നടത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകെ പോലീസിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു ഇത് എന്നതിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പോലീസ് സ്റ്റേഷന്റെ കൺമുന്നിൽ വെച്ച് വഞ്ചൂർ കോടതിയിൽ സമീപത്തുള്ള ഓഫീസിൽ വെച്ചാണ് ബെയിലിൻ ദാസിനെ കാണാതെ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ബെയിലിൻ ദാസ് എവിടെയാണ് എന്നതിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പോലീസിന് കഴിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ബെയിലിൻ ദാസിനെ ഓഫീസിൽ നിന്ന് പോലീസ് പിടികൂടിയില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ മുതിർന്നില്ല എന്നുള്ള ആരോപണം ഈ ജൂനിയർ അഭിഭാഷക തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാർ അസോസിയേഷനിലെ ചില ഭാരവാഹികൾ ബെയിലിൻ ദാസിനെ അഭിഭാഷകന്റെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അത് മറികടന്ന് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്യാമിലി ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ജാമ്യ ഹർജി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. എങ്കിൽ കൂടിയും ബെയിലിൻ ദാസിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ പോലീസിന് ഒരു തടസ്സവുമില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ബെയിലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കുക. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബെയിലിൻ ദാസിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ജാമ്യ ഹർജിയിൽ ബെയിലിൻ ദാസ് പറയുന്ന പ്രസക്തമായിട്ടുള്ള കാര്യം, അതായത് 2 അഭിഭാഷകമാർക്കിടയിൽ തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിനിടയിലേക്ക് താൻ അത് പരിഹരിക്കുന്നതിന് വേണ്ടി എത്തുന്നു. അപ്പോൾ ബോധപൂർവം ആയിട്ടല്ല താൻ മർദ്ദിക്കുന്നത്. ആ സമയത്തുണ്ടായ ഒരു പ്രകോപനമാണ് ശ്യാമിലിയെ മർദ്ദിക്കുന്നതിലേക്കൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ജാമ്യ ഹർജിയിൽ ബെയിലിൻ ദാസ് പറയാൻ പോകുന്നത്. ഇതേ കാര്യം തന്നെയായിരിക്കും നാളെ കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്തും ബെയിലിൻ ദാസ് പറയുക എന്നുള്ളതാണ്. ജാമ്യ ഹർജി നിലനിൽക്കില്ല, തനിക്ക് ജാമ്യം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഒരുപക്ഷെ ബെയിലിൻ ദാസിന് ഉണ്ടാകണം. പക്ഷേ പ്രോസിക്യൂഷൻ ബെയിലിൻ ദാസിന് ജാമ്യം നൽകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വാദങ്ങൾ നാളെ കോടതിയിൽ ഉയർത്തുമെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും അഭിഭാഷക വർഗത്തിന് തന്നെ ആകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു ഇതെന്ന് പ്രതികരണം നടത്തിക്കൊണ്ടാണ് നിയമമന്ത്രി അടക്കം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ജാമ്യം നേടാനുള്ള എല്ലാ വഴിയും ബെയിലിൻ ദാസ് നോക്കുമ്പോഴും ഈ വിഷയത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വന്നാലും അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ജൂനിയർ അഭിഭാഷകയും അവരുടെ കുടുംബവും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണമാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും 2 ദിവസത്തിന് ശേഷമാണ് ബെയിലിൻ ദാസിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സ്റ്റേഷൻ കടവിൽ നിന്നും തുമ്പ പോലീസാണ് ബെയിലിൻ ദാസിനെ പിടികൂടിയിരിക്കുന്നത്. അവിടെ നിന്നിപ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബെയിലിൻ ദാസിനെ എത്തിച്ചിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക. സൂര്യ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും.
തീർച്ചയായിട്ടും ബെയിലിൻദാസിനെ ഇപ്പോൾ വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് വിശദമായിട്ട് എന്താണ് സംഭവം എന്നത് സംബന്ധിച്ച് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ബെയിലിൻദാസിന് പറയാനുള്ളത് എന്നത് കൃത്യമായിട്ട് കേട്ട് ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്ന മറ്റ് നടപടികളിലേക്ക് പോലീസ് നീങ്ങുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ കോടതി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ബെയിലിൻദാസിന്റെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുന്ന സമയത്താണ് ഈ ബെയിലിൻദാസിനെ പോലീസ് പിടികൂടുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം. വഞ്ചിയൂർ പോലീസിന്റെ കൺമുന്നിൽ വെച്ചാണ് ബെയിലിൻദാസിനെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കാണാതെയാകുന്നത്. 12:30 മണിക്കാണ് ഈ സംഭവം, ഈ ജൂനിയർ അഭിഭാഷകയെ ബെയിലിൻദാസ് മർദ്ദിക്കുന്ന സംഭവം നടക്കുന്നത്. അതിനുശേഷം ഏകദേശം 2 മണിക്കൂറോളം പോലീസ് ബെയിലിൻദാസിനെ പിടികൂടാതെ ഒരു അലംഭാവം കാണിച്ചു എന്നുള്ള ആരോപണമൊക്കെ ജൂനിയർ അഭിഭാഷക ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ അഭിഭാഷകന്റെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ വിമുഖത കാണിച്ചു പോലീസ് എന്നുള്ള ആരോപണമാണ് ജൂനിയർ അഭിഭാഷക ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ബെയിലിൻദാസ് ഒളിവിലായിരിക്കുന്ന സമയത്തും 2 ദിവസത്തോളം ബെയിലിൻദാസ് ഒഴിവിൽ കഴിഞ്ഞതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും 2 ദിവസത്തിന് ശേഷമാണ് തുമ്പ പോലീസ് ബെയിലിൻദാസിനെ സ്റ്റേഷൻ കടവിൽ വെച്ചിപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നിലവിൽ ബെയിലിൻദാസിനെ വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ വെച്ച് ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് നീങ്ങുക. ശരി, ജൂനിയർ അഭിഭാഷകയായ ശ്യാമലയെ മർദ്ദിച്ച കേസിലാണ് അഡ്വക്കേറ്റ് ബെയിലിൻദാസിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. കൃത്യമായ കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കുമെന്നാണ് ബെയിലിൻദാസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമോ എന്ന കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്കിനിയും ലഭിക്കേണ്ടതുണ്ട്.